ഹായ് ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന IOQമിൻ്റെ പ്രീവിയസ് ഇയർ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള 7th ക്വസ്റ്റ്യൻ ആണ് 2022 പേപ്പറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് AB such that AB element of 10 to 30 ആൻഡ് GCD എന്ന് വെച്ചാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, അതായത് HCF ആയിരിക്കും, ഓർ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, പ്ലസ് LCM ഓഫ് AB ഈസ് ഈക്വൽ ടു A പ്ലസ് B. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഓർഡേർഡ് പെയർ ഇവിടെ പോസിബിൾ ആണ് എന്ന് വെച്ചാൽ ഈ ഒരു സെറ്റിൽ നിന്നും നമ്മൾ ഏതെങ്കിലും രണ്ട് നമ്പർ എടുക്കുക, ആ രണ്ട് നമ്പറിൻ്റെ HCFും LCMും കൂടി ആഡ് ചെയ്താൽ നമുക്ക് A പ്ലസ് B കിട്ടണം. ഇങ്ങനത്തെ നമ്പേഴ്സ് ഏതൊക്കെയുണ്ട് ചോദിച്ചിട്ടുള്ളത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇത് നമ്മൾ എൻ്റെയും ബിൻ്റെയും HCF ഓർ അതിൻ്റെ GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അല്ലെങ്കിൽ HCF, അതിനെ ഞാനൊരു നമ്പറാക്കി ഡിഫൈൻ ചെയ്യാം. സോ അതിന് ഞാൻ D എന്ന് വിളിച്ചു. ഓക്കെ, സച്ച് ദാറ്റ് A ഈസ് ഈക്വൽ ടു PD ആണ്. ഓക്കെ, P ഇൻറ്റു സംതിങ്, P ഇൻറ്റു D ആണ് A എന്ന് വെച്ചാൽ, ആൻഡ് P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു D ആണ്. ഓക്കെ, D ആണ് ഇവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, A ഈസ് ഈക്വൽ ടു PD ആണ്, B ഈക്വൽ ടു QD. ഓക്കെ, അപ്പോൾ ഡീൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് എനും ബിനെയും എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ LCM എന്തായിരിക്കും? LCM ഓഫ് A, B അങ്ങനെ എന്തായിരിക്കും? നമുക്കറിയാം അതിൻ്റെ LCM എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. സോ അത് PQ, LCM എന്ന് വെച്ചാൽ PQD ആണ്. ഓക്കെ, യെസ്, എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള വാല്യൂസ് മാത്രം എടുത്താൽ മതി. ഇവിടെ A ഇൻറ്റു B, അതിൽ നിന്നും D ഒഴിവാക്കുക. സോ യെസ്, അല്ലെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം LCM ഇൻറ്റു HCF ചെയ്താൽ നമുക്ക് A ഇൻറ്റു B ആയിരിക്കും കിട്ടുക. സോ LCM എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കണം വിചാരിക്കാം, HCF നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ A ഇൻറ്റു B നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ PQ ഇൻറ്റു D സ്ക്വയർ കിട്ടും. അതിൽ നിന്നും HCF നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി കിട്ടാൻ. സോ അവിടെ യൂസ് ചെയ്ത ഫോർമുലയാണ് LCM ടു HCF ഈസ് ഈക്വൽ ടു AB. ഈ ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് LCM കിട്ടാം. ഓക്കെ, സോ നമുക്ക് LCM കിട്ടി, HCF കിട്ടി, എയും ബി ഒക്കെ കിട്ടി. ഇനി നമുക്ക് നേരെ അങ്ങ് ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. GCD ഓഫ് AB പ്ലസ് LCM ഓഫ് AB ഈക്വൽ ടു A പ്ലസ് B. GCD ഓഫ് AB അതെന്തായിരിക്കും? നമുക്കറിയാം അത് D ആണ്, കാരണം നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചത്. LCM ഓഫ് AB എന്തായിരിക്കും? അത് PQ ആയിരിക്കും, PQD ഈസ് ഈക്വൽ ടു A പ്ലസ് B എന്നാണ് പറഞ്ഞിട്ടുള്ളത്. A പ്ലസ് B അതെന്തായിരിക്കും? PD പ്ലസ് QD. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ ചെയ്യുക? 1 പ്ലസ് D മൊത്തത്തിൽ നമുക്ക് അങ്ങ് ഡിവൈഡ് ചെയ്ത് കളയാം, കാരണം D 0 അല്ല, നേരെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കളയാം. സോ 1 പ്ലസ് PQ ഇസ് ഈക്വൽ ടു പ്ലസ് Q എന്ന് എഴുതാം. യെസ്, അപ്പോൾ PQ മൈനസ് P മൈനസ് Q പ്ലസ് 1 ഈക്വൽ 0 കിട്ടി. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും. P മൈനസ് 1 ഇൻറ്റു Q മൈനസ് 1 എന്ന് എഴുതാം. ടു എന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ മീനിങ്? P ഇൻറ്റു Q, PQ ആണ്. ഓക്കെ, -1 പ്ലസ് 1 ആണ്, വേറെ -PQ ഉണ്ട്, -Q ഉണ്ട്. ഓക്കെ, ഫാക്ടറൈസ് ചെയ്തതിൽ കുഴപ്പമില്ല. P മൈനസ് 1 Q മൈനസ് 1 ഈക്വൽ 0 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഒന്നെങ്കിൽ P ഈക്വൽ 1 ആണ്, ഓർ Q ഈക്വൽ ടു 1 ആണ്, അല്ലെങ്കിൽ രണ്ടിൻ്റെ വാല്യൂ 1 ആണ്. സോ നമ്മളിനി കുറച്ച് കേസസ് എടുക്കാൻ പോവാണ്. യെസ്, എന്തൊക്കെയാണ് കേസസ് വരിക? ഫസ്റ്റ് കേസ് എടുക്കാൻ പോകുന്നത് P ഈക്വൽ ടു 1 ആൻഡ് Q ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ Pയും Qയും 1 ആണ് എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുക? A ഈക്വൽ ടു D ആകും, P ഈക്വൽ ടു D ആകും. എന്ന് വെച്ചാൽ A ഈക്വൽ ഓർഡേർഡ് പെയർ A ഈക്വൽ ടു AB, അതിൽ A ഈക്വൽ ടു B എന്ന കേസ്. അത് ഏതൊക്കെ വരിക? നമുക്കറിയാം, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം 10 10. സോ 10 10 എന്നുള്ള സംഭവം പോസിബിൾ ആണ്, 11,11 എന്നുള്ള നമ്പർ പോസിബിൾ ആണ്, അങ്ങനെ 30,30 വരെ പോസിബിൾ ആണ്. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കുക? നമുക്കറിയാം 21 നമ്പർ. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു കേസ്, ഒന്നെങ്കിൽ P ഈക്വൽ 1 അല്ലെങ്കിൽ Q ഈക്വൽ ടു 1 കേസ്. ഓക്കെ, ആ കേസ് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒന്നെങ്കിൽ P ഈക്വൽ ടു 1 അല്ലെങ്കിൽ Q ഈക്വൽ ടു 1. നമുക്കറിയാം A ഈക്വൽ ടു PD ആണ്, B ഈക്വൽ ടു
പി ഈക്വൽ ടു ക്യു ഡി ആണ്. പി ഈക്വൽ ടു 1 അല്ലെങ്കിൽ ക്യു ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്ക് നമുക്ക് പി ഈക്വൽ ടു 1 മാത്രം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡി എന്ന് കിട്ടും. പി ഈസ് ഈക്വൽ ടു ക്യു ഡി എന്ന് കിട്ടും. വിച്ച് മീൻസ് ബി ഈസ് ഈക്വൽ ടു ക്യു ടൈംസ് എ. എന്ന് വെച്ചാൽ ഓർഡേർഡ് പെയർ എ ബി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ബി എന്ന് വെച്ചാൽ എന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്നാണ് അതിന്. ഈ മൾട്ടിപ്പിൾ എന്നുള്ള കേസിൽ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ആ കേസസ് വരാൻ പോകുന്നത്. ഫസ്റ്റ് 10 എടുത്താൽ ഏതൊക്കെയാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കേസ് വരിക? 10 എടുത്താൽ അടുത്ത നമ്പർ എന്തായിരിക്കും? 20 എന്നുള്ള നമ്പർ പോസിബിൾ ആണ്. അതുപോലെ തന്നെ 10,30 എന്നുള്ള നമ്പർ പോസിബിൾ ആണ്. കാരണം ബി എന്ന് വെച്ചാൽ മറ്റേതിൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, വേറെ എന്താ വരിക? ഇനി നമുക്ക് 11 എടുത്ത് നോക്കാം. അപ്പോൾ 22 എന്നുള്ള നമ്പർ പോസിബിൾ ആണ്. സോ 11, 22 എന്ന് വെച്ചാൽ നേരെ മൾട്ടിപ്പിൾസ്. വേറെ എന്താ വരിക? നമുക്ക് 11 എടുത്ത 12 എടുത്താൽ നമുക്ക് 24 എന്നുള്ള നമ്പർ കിട്ടും, നേരെ മൾട്ടിപ്പിൾ ആണ്. വേറെ എന്താ കിട്ടുക? നമുക്ക് 13 എടുത്താൽ 26 എന്നുള്ള നമ്പർ പോസിബിൾ ആണ്. 40 എന്നുള്ള നമ്പർ എടുത്താൽ 28 എന്നുള്ള നമ്പർ പോസിബിൾ ആണ്. 15 എന്നുള്ള നമ്പർ എടുത്താൽ എന്ത് പോസിബിൾ ആണ്? 30 എന്നുള്ളത് പോസിബിൾ ആണ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്പർ. സോ സെയിം നമ്പർ വരുന്ന മൾട്ടിപ്പിൾസ്, അതായത് ക്യു ഈക്വൽ ടു 1 വരുന്ന കേസ് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അത് 21 നമ്പേഴ്സ്. സോ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7. ഇനി ഈ 7 മാത്രമല്ല, അതിൻ്റെ നേരെ റിവേഴ്സ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഓർഡർ പെയർ എ ബി ആണ് കൺസിഡർ ചെയ്തത്. അതുമാതിരി ബി എ എന്നുള്ള കേസ് അത് വേറെ ഉണ്ടായിരിക്കും. അതായത് ക്യു ഈക്വൽ ടു 1 വരുന്ന കേസ് എന്ന് വെച്ചാൽ ഇവിടെ വരാൻ പോകുന്നത് 7 ആണ്. അതുപോലെ ഒരു ഉണ്ടായിരിക്കും. സോ 20,10 ഇവിടെ 10,20 ഉണ്ട്. അങ്ങനെയെങ്കിൽ 20,10 എന്നുള്ള വേറൊരു ആൻസർ. 30,10 എന്നുള്ള വേറെ ആൻസർ ആണ്. 22,11 എന്നുള്ള വേറെ ആൻസർ. അപ്പോൾ അത് 7 ആണെന്നുണ്ടെങ്കിൽ നേരെ 7 × 2. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ വരാൻ പോകുന്നതായിരിക്കും 7 × 2 + 21. 21 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള 21. സോ നമുക്ക് എന്താ കിട്ടുക? 14 + 21 കിട്ടും, അതായത് 35 ആയിരിക്കും. ഓക്കെ, സോ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വലിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ, സോ 35 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക്